ഇവരായിരുന്നു ഈ രണ്ടുപേരായിരുന്നു KSRTC ബസ്സിലുണ്ടായിരുന്നത്. ചേട്ടാ, ഈ അപകടത്തിന്റെ ഉണ്ടായ കാര്യം ഒന്ന് വിവരിക്കുന്നത്. നമ്മൾ ബ്ലോക്കായിട്ട് നിർത്തിയിട്ടൊക്കെ പറഞ്ഞു, നിൽക്കുമായിരുന്നു വണ്ടി നിന്നപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പം ചില്ല എന്തോ പോലെ ബാക്കി കൂടെ സൗണ്ട് കേട്ടു. ഫ്രണ്ടിലേക്കും എല്ലാം ചില്ലയെല്ലാം വന്ന് ചാടി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ പേടിച്ച് വരണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ബാക്കിലേക്ക് വന്ന് ചാടി കഴിഞ്ഞപ്പോൾ വലിയ മാമരം വന്ന് ചാടി കഴിഞ്ഞ് വണ്ടി പൊങ്ങി പെട്ടെന്ന് താന്നു. സീറ്റിൽ ആരുമില്ല, പിന്നെ സീറ്റിൽ ആളില്ലായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ചാടി കഴിഞ്ഞ് വണ്ടി പൊങ്ങി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് ബാക്കിലേക്കാണ് കാറിലേക്ക് മരം വീണത്. ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കൊന്നുമില്ല, ആർക്കും പരിക്കില്ല. ബസ്സിന്റെ പിൻസീറ്റിൽ ആളില്ലായിരുന്നത് വലിയ ഭാഗ്യമായി എന്നാണ് ബസ് ജീവനക്കാർ തന്നെ പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തമായിരുന്നതിനെ നാം സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ മരം വീണതിന് ഒരു കിലോമീറ്റർ അപ്പുറത്തായി മറ്റൊരു മരം ഉച്ചയോടെ വീണിരുന്നു. അതിനെ തുടർന്നാണ് ഇവിടെ ഗതാഗത തടസ്സമുണ്ടായത്. ആ ഗതാഗത തടസ്സത്തിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് മീതെയാണ് ഇപ്പോൾ ഈ വലിയ മരം കടപുഴകി വീണത്. KSRTC ബസ്സിന് തൊട്ടു പിന്നിലായി ഉണ്ടായിരുന്ന കറുത്ത ആൾട്ടോ കാറിൽ രാജാക്കാട് സ്വദേശികളായിട്ടുള്ള 4 കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിയുടെ ഭാര്യ അഞ്ജുവിന്റെ അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. ജോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജോസ് മുൻസീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഈ മരം വീണ ദിശയിലായിരുന്നു ജോസ് ഇരുന്നിരുന്നത്. അതിനാൽ തന്നെ ജോസിന് ഗുരുതരമായി പരിക്കുകയും ജോസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. അതിനുശേഷം ഇവിടെ വളരെ 3 കിലോമീറ്ററോളം വാഹന ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. ഇപ്പോൾ JCBയും അഗ്നിശമന സേനയും ഒക്കെ സ്ഥലത്തെത്തി ഈ വീണ വലിയ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്.